ഹായ് ഓൾ, ഇന്ന് ഈ ഒരു ഓർഗൻസ ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഓർഗൻസ മെറ്റീരിയലും ക്രീപ്പ് മെറ്റീരിയലാണ്. ഓർഗൻസ മെറ്റീരിയൽ ഒരു 4 മീറ്ററും ക്രീപ്പിൻ്റെ മെറ്റീരിയൽ 3 മീറ്ററുമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 5 ഇയർ ബേബിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ യോക്കാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. യോക്കിന് നമുക്ക് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 8.5 ആണ്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് നമ്മളിവിടെ 9.5 എന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ശേഷം ഷോൾഡർ ഒരു 5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ ആം ഹോളും ഒരു 5 ഇഞ്ച് അടയാളപ്പെടുത്തി അത് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ചെസ്റ്റ് അളവ് 6 ഇഞ്ചാണ്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് 7 ഇഞ്ച് എടുക്കുന്നുണ്ട്. സീം അലവൻസ് നിങ്ങളുടെ ഇഷ്ടമാണ്. നമുക്ക് 1 ഇഞ്ചോ 1.5 2 ഇഞ്ചോ ഒക്കെ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്ത് 5.5 ആണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമുക്കതൊന്ന് നേരെ വരച്ചു കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് താഴോട്ട് 2.5 ഇഞ്ച് ലെങ്തിലൊന്ന് അടയാളപ്പെടുത്തുക. അത് നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു ലൈനില്ല, അതുവരെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് നേരെ ഒരു ലൈൻ അങ്ങ് വരച്ചു കൊടുക്കുക. ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ ഒരുപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടായിട്ട് 1 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആം ഹോളിൻ്റെ ആ കർവ് വരുന്ന ഭാഗത്തോട്ട് ഒന്ന് റൗണ്ട് ചെയ്തൊന്ന് വരച്ചു കൊടുക്കുക. എത്രയേ ഉള്ളൂ അത്. ഇനി നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 2 പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓർഗൻസ മെറ്റീരിയൽ, അതായത് മെയിൻ മെറ്റീരിയൽ നമുക്കൊന്ന് വിരിച്ചിട്ടതിന് ശേഷം അതിലോട്ട് ഇത് വെച്ച് ഒന്ന് പിന്ന് കുത്തി സെക്യൂറാക്കി വെച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എപ്പോഴും ഓർഗൻസ മെറ്റീരിയൽ പോലുള്ള മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് പിന്നൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാൻ അളവ് തെറ്റിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടം പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ആ മെറ്റീരിയൽ മൊത്തം ഇതുപോലെ ഒന്ന് മടക്കി ഇങ്ങനെ മടക്കിയെടുക്കുന്നത് വെച്ചാൽ ഒരുമിച്ചൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നിവർത്തിയിട്ട് ഒറ്റ പീസായിട്ട് കട്ട് ചെയ്യാം. പക്ഷേ അത് കുറച്ച് പാടായതുകൊണ്ടാണ് ഇതിനൊന്ന് എല്ലാം മടക്കിയിട്ട് എല്ലാം ഒന്ന് നേരെ പിടിച്ച് ഇതുപോലെ ഒന്ന് പിന്ന് കുത്തി വെച്ചിട്ട് നമുക്ക് ആ സൈഡിൽ വേണ്ടാത്ത ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടതെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ യോക്കിൻ്റെ ഭാഗം പോയിട്ട് 27 ഇഞ്ച് ലെങ്ത് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി ഇട്ട് കൊടുത്തിട്ട് 28 ലെങ്താണ് അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് ആ പീസിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള പീസിൽ നിന്ന് ഒരു 3 മീറ്റർ 10 ഇഞ്ച് ലെങ്തിൽ ഒരു പീസ് കൂടെ കട്ട് ചെയ്ത് മാറ്റാം. അത് മുകളിൽ കൊടുക്കുന്ന ഒരു പ്ലേറ്റിന് വേണ്ടിയിട്ടാണ്. അത് ഇതിലോട്ട് ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ ബോട്ടം പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 2 ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ അടുത്തത് ലൈനിങ് കട്ട് ചെയ്യണം. ലൈനിങ്ങിനോട് 23 ഇഞ്ച് ലെങ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 23 ലെങ്തിൽ അത് 2ആയിട്ട് മടക്കിയിടുക. ശേഷം അവിടെ നിന്ന് ആ കോൺ ഇങ്ങോട്ട് തിരിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് 4ആയിട്ട് മടക്കിയിട്ട് നമ്മളിതൊരു അംബ്രല്ല കട്ടിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മടക്കിയിട്ട് നമ്മൾ മുകൾ ഭാഗത്ത് നമ്മുടെ വേസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് 6.5 അല്ലായിരുന്നു. അപ്പോൾ 6.5 അവിടെ ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിനൊന്ന് റൗണ്ടായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. വരച്ചെടുത്തതിന് ശേഷം അവിടെ നിന്ന് ആ ലൈനിൽ നിന്ന് താഴോട്ട് നമ്മളിപ്പോൾ എത്രയാണ് 23 അളവെടുക്കുന്നത്. ആ അളവ് 23 വെച്ച് നമ്മൾ മൊത്തത്തിലൊന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട് പോവുക. എന്നിട്ട് റൗണ്ട് ചെയ്ത് വരച്ചതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി ഇതുപോലെ വീതി കുറവായിട്ടുള്ള പീസൊക്കെ വരുമ്പോൾ അതിൽ കുറച്ച് ഭാഗമൊക്കെ കാണില്ല. അപ്പം നമുക്ക് അവിടെ ഇങ്ങനെ വേറൊരു പീസ് വെച്ച് ജോയിൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ജോയിൻ ചെയ്തങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അടുത്ത് നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. ഒരു സ്ലീവ് നമ്മൾ പഫ് സ്ലീവാണ് വയ്ക്കുന്നത്. അപ്പോൾ 30 ഇഞ്ച് ലെങ്തിൽ 30 ഇഞ്ച് വിട്ടിൽ നമുക്കൊരു 2 പീസ് വീതം കട്ട് ചെയ്തെടുക്കണം. 2 30 ഇഞ്ചായിരിക്കണം. അങ്ങനെ കട്ട് ചെയ്ത് ഒന്ന് മടക്കിയിട്ടതിന് ശേഷം നമുക്കതൊന്ന് പിൻ ചെയ്ത് വെക്കാം. പിൻ ചെയ്ത് വെച്ചാൽ നമുക്കത് കറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8.5 ആണ്. പിന്നെ നമ്മൾ ഇവിടെ ആയിട്ടൊരു 5.5 ഒന്ന് അടയാളപ്പെടുത്തുക. ശേഷം നമ്മളതൊന്ന് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള സ്ലീവിൻ്റെ കട്ടിങ്. അടുത്തതായിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിനോടാണ് പോകുന്നത്. അതിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കുക. യോക്കിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കുക. അതിൽ നല്ല വശവും ചേർത്ത് വെച്ച് ഇതുപോലെ ആം ഹോൾ മുതൽ ഇപ്പുറത്തെ ആം ഹോൾ വരെ നമ്മളിത് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തൊന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു കട്ടിട്ട് കൊടുത്ത് നമ്മളൊന്ന് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കട്ടിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സ്റ്റിച്ചിന് മുമ്പായിട്ട് തന്നെ അത് നിർത്തുക. അല്ലെങ്കിൽ സ്റ്റിച്ച് ഒന്ന് കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മളിങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം ആ അറ്റത്തൂടെ തന്നെ നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം.
അതുപോലെ ബാക്ക് പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ സെൻറ്ററിൽ ഒരു ചെറിയൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട്. ഓപ്പൺ അല്ല സിബ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ സിബും കൊടുക്കുക, എങ്കിൽ നേരെ കട്ട് ചെയ്ത് അതിലോട്ട് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാനോട് ഒരു ചെറിയൊരു ഓപ്പൺ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ ഓപ്പൺ ഇട്ടതിന് ശേഷം അതും കൂടെ ചേർത്ത് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ചെറിയ കട്ടിട്ട് കൊടുത്ത് നമുക്കതിനെ മറിച്ചെടുത്ത് ഒന്ന് പതിച്ചടിച്ചെടുക്കാം. ഇതുപോലെ നമ്മളതിലൊരു ഹൂക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ നമ്മൾ രണ്ട് സൈഡ് ഇങ്ങനെ അടിച്ചെടുക്കുക. പിന്നെ ഈ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അതിനിടയിൽ നമ്മൾ ബാക്കിൽ വെക്കാനുള്ള വള്ളിയില്ലേ, അതും കൂടെ ഒന്ന് അടിച്ച് ഇതിലോട്ട് വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഇതിൽ ആഡ് ചെയ്യാൻ ആ ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. ആദ്യം ഒന്ന് മറന്നുപോയി, എന്നിട്ട് പിന്നെ അതൊന്ന് പിരുത്തിട്ടാണ് ഇതുപോലെ അടിച്ചെടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫ്രണ്ട് യോക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സ്ലീവാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്ലീവ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ട് അരികു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ചേർത്തെടുത്തിട്ട് നമ്മുടെ അവിടെ ആം ഹോള് ഇപ്പോൾ ഉള്ളത് എത്രയാണെന്ന് നോക്കുക. അവിടെ വെച്ചൊന്ന് അളന്ന് നോക്കിയിട്ട് അവിടെ ഒരു കട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. പ്ലീറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ആ പ്ലീറ്റ് വരുന്ന ഭാഗം ഒന്ന് അളന്ന് നോക്കുക. അവിടെ നമുക്ക് ഒരു 5 ഇഞ്ച് ലെങ്ത് വരണം. കാരണം നമ്മൾ ഒരു സൈഡിലൊരു 2.5 ആണ് വരുന്നത്. രണ്ട് സൈഡിലും 2.5ഉം 2.5ഉം കൂടി ചേർത്തിട്ട് നമുക്കൊരു 5 ഇഞ്ച് ലെങ്തിൽ വേണം പ്ലീറ്റ് ഇടാൻ. ശേഷം നമ്മളിങ്ങനെ താഴെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അത് ചെയ്യുന്നത് അവിടെ ഇലാസ്റ്റിക് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ അടിച്ചിട്ട് ഇലാസ്റ്റിക്കും കയറ്റിയതിന് ശേഷം നമ്മൾ നല്ല വശം തിരിച്ച് നേരെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സൈഡ് അടിച്ചെടുക്കുക. ശേഷം നമ്മളിങ്ങനെ ഒരു 2.5 ഇഞ്ച് വീതിയിലുള്ള ഇങ്ങനെയായിട്ട് പീസ് എടുക്കുക. ഇതെടുക്കുന്നത് നമ്മൾ മുകൾ ഭാഗത്ത് ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ ആദ്യം ഒന്ന് നല്ല വശം വെച്ച് അടിച്ചിട്ട് ഒന്ന് മടക്കി പൈപ്പിംഗ് ചെയ്യുന്നത് പോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ പൈപ്പിംഗ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് യോക്കിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടിട്ടും സ്റ്റിച്ച് വരുന്ന ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. നല്ല വശം ചേർത്ത് വെച്ച് അവിടെ ഒന്ന് പിൻ ചെയ്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സ്ലീവ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ചേർക്കാനുള്ള ബോട്ടം ഭാഗം ഒന്ന് പ്ലീറ്റ് ഇട്ടെടുക്കാം. നമ്മൾ രണ്ട് ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, 10 ഇഞ്ച് ലെങ്തിൽ വരുന്നതും അതുപോലെ തന്നെ 28 ലെങ്തിൽ വരുന്നതും. അപ്പോൾ രണ്ടും എന്ത് ചെയ്യുക, പ്ലീറ്റിങ് ഇതേപോലെ എടുക്കുക. രണ്ടിൻ്റെ അറ്റം നമ്മൾ ബോട്ടം ഭാഗം വരുന്ന ഒന്ന് മടക്കി അടിക്കുകയോ അല്ലെങ്കിൽ നമ്മളൊന്ന് ഓവർലാക്ക് ചെയ്തെടുക്കുകയോ ചെയ്യണം. ഞാനിവിടെ ഓവർലാക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്ലേറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്കിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് യോക്കിൻ്റെ ഒരു ഭാഗം ഞാനൊന്ന് സ്റ്റിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ചാണ് ജോയിൻ ചെയ്യുന്നത്. ആദ്യം നമ്മൾ 10 ഇഞ്ച് ലെങ്തിൽ കട്ട് ചെയ്തെടുത്ത പീസാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. നല്ല വശം ചേർത്ത് വെച്ച് സൈഡിലൊന്ന് ഫുള്ള് റൗണ്ട് ചെയ്തൊന്ന് അടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് വലിയ പീസ് വെക്കുന്നുണ്ട്. അതും നല്ല വശം ചേർത്ത് വെച്ചിട്ട് അത് നമ്മളിപ്പോൾ അടിച്ചതിൻ്റെ പുറത്തുകൂടെ വെച്ച് തന്നെ ഒന്ന് അടിച്ചെടുക്കുക. പിന്നെ ഈ ഭാഗത്ത് ഞാനിപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. പക്ഷെ ഞാനത് തച്ച് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ഭംഗിക്കുറവ് തോന്നിയിട്ട് ഞാൻ ഒരു വൈറ്റ് നെറ്റും കൂടെ ഒരു 2.5-3 മീറ്റർ വൈറ്റ് നെറ്റും കൂടെ നമ്മൾ ഈ ആദ്യം എടുത്ത് വലിയ പീസിൻ്റെ ലെങ്തിൽ ഒരു 28 ഇഞ്ച് ലെങ്തിൽ നമ്മളെടുത്ത് ഇതിലൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്തത്. അപ്പോൾ അത് ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ മൊത്തം തച്ച് എടുത്തതിന് ശേഷമാണ് ഞാനത് രണ്ടാമത് അഴിച്ചാണ് അത് ചെയ്തത്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് സൈഡ് അടിച്ചെടുക്കുക. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് കോട്ടൺ ലൈനിങ് വയ്ക്കാം. പിന്നെ സ്റ്റെപ്പ് നെറ്റ് കൊടുക്കണമെന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു വലിയ ഫ്ലവർ മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.